തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ദിവസത്തിനുള്ളിൽ പരമാവധി ഇടങ്ങളിൽ സാന്നിധ്യം അറിയിക്കുകയാണ് സ്ഥാനാർത്ഥി. ഇപ്പോൾ തൃക്കാക്കര LDF സ്ഥാനാർത്ഥി പുഷ്പദാസാണ് പ്രചരണത്തിൽ സജീവമായിട്ടുള്ളത്. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എങ്ങനെ പോകുന്നു? പ്രചരണം വളരെ ഉഷാറായിട്ട് പോകുന്നു. ഒരു നല്ല പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ജനങ്ങൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ നമ്മളെ സ്വീകരിക്കുന്നത്. ഈ മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടർമാരോട് സംവദിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വീടുകളിലേക്കാണ് പോകുന്നത്. തൃക്കാക്കരയെ സംബന്ധിച്ചൊരു വികസനം ഒരിടത്ത് പല തവണ ചർച്ചയായതാണ്. ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോൾ എന്താണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരിങ്ങോട്ട് പറയുകയാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ കുടിവെള്ള ക്ഷാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഫ്ലാറ്റുകളാണ്, വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്. പക്ഷേ ഇവിടെ പോലും വളരെ വലിയ ബുദ്ധിമുട്ട് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ കേരളത്തിലുടനീളം നടപ്പിലാക്കിയ വികസന പദ്ധതികളുണ്ട്. അതുതന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ആ ജനങ്ങൾ ആ പ്രതീക്ഷയിലാണ് നമ്മളൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വരവേൽക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പറയേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലുണ്ടായിട്ടുള്ള വികസനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഒരു സ്വീകാര്യത സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്നത്. സിറ്റിംഗ് MLA തന്നെയാണ് തൃക്കാക്കരയിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റാണോ? ടൈറ്റ് ഫൈറ്റായിട്ട് തോന്നുന്നില്ല. ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിശ്ചയമായിട്ടും ഇവിടെ ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ വലിയ പ്രതീക്ഷ വർദ്ധിച്ചതായി തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും വലിയ സ്വീകാര്യതയാണ് വർദ്ധിച്ചിട്ടുള്ളത്. അത് ഈ ഇടതുപക്ഷത്തിൻ്റെ വിജയത്തിന് സഹായകമാവും. എന്താണ് പ്രധാനമായി സ്ഥാനാർത്ഥി ജനങ്ങൾക്ക് മുന്നോട്ട് വെച്ച വാഗ്ദാനം? ഈ മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, അവരിലൊരാളായിട്ട് അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്നുള്ളൊരു അതാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരാവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അതാണ്. തവണ തിരിച്ചു പിടിക്കും തീർച്ചയായും. വലിയ പ്രതീക്ഷയിലാണ്. എന്തായാലും സ്ഥാനാർത്ഥി വലിയ പ്രതീക്ഷയിലാണ്. പ്രചരണം ഊർജിതമാക്കുകയാണ്. ക്യാമറമാൻ ബാദലിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.